റോമിലെ സിറോ മലബാർ ഭവനമായ ഡൊമൂസ് മാർത്തോമയിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് സിറോ മലബാർ സഭയുടെ യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ അഭിമന്യ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവാണ്. പിതാവ് വൈദികനായിരുന്ന സമയത്തും ഒക്കെ ഇപ്പോൾ മെത്രാനായതിനു ശേഷവും വത്തിക്കാനുമായി വളരെയധികം അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വത്തിക്കാൻ്റെ തുടുപ്പുകൾ കൃത്യമായിട്ടും മനസ്സിലാക്കുന്ന അറിഞ്ഞ പിതാവാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നേരിട്ട് പല കാര്യങ്ങളും അദ്ദേഹം അനുഭവിച്ചറിഞ്ഞതാണ്. നമുക്ക് പിതാവിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പിതാവിൽ നമുക്ക് ചോദിച്ചറിയാം. പിതാവെ, സ്വാഗതം. അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നിടത്ത് 15 വർഷത്തോളമായിട്ട് റോമിൽ അങ്ങ് ശുശ്രൂഷ ചെയ്യുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ജീവിതത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ? തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവ്, ഞാൻ റൂമിൽ ഇവിടെ ആയിരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ നടക്കുന്നത്. അന്ന് പുക വരുന്നതും ഞാൻ വത്തിക്കാൻ ബസിലിക്കയിലേക്ക് വിത്തിൻ നോ ടൈം അവിടെ എത്തുന്നതും ഒറ്റ നിമിഷം കൊണ്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് പിയാസ നിറയുന്നതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തെടുക്കുക. വരുമ്പോൾ തന്നെ വന്ന് ഒരു ബാൽക്കണിയിൽ അദ്ദേഹം പേര് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഞങ്ങൾ പല മെത്രാന്മാരുടെയും പല കർദിനാൾമാരുടെയും ഒക്കെ പേരുകൾ അറിയാമെങ്കിലും പപ്പാബിലെ ആയിട്ടുള്ള ആളുകളെ പേര് അറിയാമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പേര് വന്നപ്പോൾ നമുക്കൊട്ടും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന് ബാൽക്കണിയിൽ നിന്ന് ബോനസേര എന്ന് പറഞ്ഞപ്പോഴേക്കും, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആളുകളെ കയ്യിലെടുത്തു. കാരണം സാധാരണ മാർപ്പാപ്പന്മാർ അങ്ങനെയല്ല തുടങ്ങുക. അപ്പോൾ അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ ഓർക്കുക, എല്ലാവരോടും ഞാൻ തലകുനിക്കുന്നു, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നെ ബ്ലെസ് ചെയ്യുക എന്ന് പറഞ്ഞ് തലകുനിച്ച സമയം പക്ഷേ പിൻ ഡ്രോപ്പ് സൈലൻസ്. അന്ന് മുതൽ ഞാൻ പാപ്പയെ ഇങ്ങനെ വളരെ സ്നേഹത്തോടെ വീക്ഷിക്കുന്ന ഒരു ഒക്കെ ബെനഡിക്റ്റ് പിതാവുമായിട്ടും എനിക്ക് ജോൺ പോൾ രണ്ടാമൻ മാപ്പ രണ്ടുപേരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും മാർപ്പാപ്പയോട് വളരെ ഒരു പ്രത്യേക ഒരു സ്നേഹം എനിക്ക് ഒരു തോന്നാറുണ്ടായിരുന്നു. ഞാനത് പ്രത്യേകമായിട്ട് എനിക്ക് സിറോ മലബാർ സഭയുമായിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഇവിടെ ഞാനായിരിക്കുക. എൻ്റെ അസ്തിത്വം തന്നെ അതുമായി ബന്ധപ്പെട്ടതല്ലേ. ഞാൻ സഭയുടെ പ്രൊക്കുറേറ്ററും അതുപോലെ തന്നെ ഇവിടുത്തെ റോമിലെ വികാരി എന്ന നിലയ്ക്കൊക്കെ. അപ്പോൾ വാസ്തവത്തിൽ ഈ നമ്മുടെ സഭയെ അടക്കം അദ്ദേഹം കാണുക സഭയുടെ യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഒരു പെരിഫറിയിൽ നമ്മൾ നടുവിൽ നിന്നൊക്കെ മാറ്റപ്പെട്ട ഒത്തിരി ദുഃഖം അനുഭവിക്കുന്ന ഓറിയൻ്റൽ സഭകളെയൊക്കെ അദ്ദേഹം അങ്ങനെയാണ്, ആ ഒരു വ്യൂ പോയിൻറ്റിൽ ആണ് അദ്ദേഹവും സഭയെ നോക്കിക്കാണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയോട് വളരെ പൊതുവെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ഒക്കെ മറ്റ് ഈ പെരിഫറിയിൽ ജീവിക്കുന്നവരോട്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരോടൊക്കെ ഏറെ സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് പിതാവിൻ്റെ. അത് ആ മിസിരിക്കോർദിയ എന്ന് ഇയർ ഓഫ് മേഴ്സി എന്ന് പറയുന്ന ആ വർഷം തന്നെ ആ പ്രഖ്യാപിക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയല്ലേ. അപ്പോൾ ആ ഒരു വർഷത്തിലാണ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് സിറോ മലബാറിൻ്റെ യൂറോപ്പിൽ ഞാൻ നിയമിക്കപ്പെടുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കരുണ കാണിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് പാപ്പ എന്നെ പോലും ഇങ്ങനെ എലക്ട് ചെയ്യാൻ, ഞാനിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ എലക്ട് ചെയ്യാനായിട്ട് സിനഡ് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ സിനഡ് നിർദ്ദേശിച്ചു, അതിനനുസരിച്ച് എടുക്കപ്പെട്ടു. പിന്നെ എനിക്ക് ഇവിടെ റോമിൽ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ സിറോ മലബാർ സഭയോട് വളരെ കരുണ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ഞാനൊരു പ്രാവശ്യം തുടക്കത്തിൽ തന്നെ, ഞാനൊന്ന് അച്ഛനാണ്, ഒരു മോൺസിഞ്ഞോറാണ്. 2014 ഒന്ന് ഇടവകയിലെ ജനങ്ങളുമായിട്ട് ഞങ്ങൾ കാണണമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ രാവിലെ കുർബാനയ്ക്ക് ഞങ്ങൾ ചെന്നു. കുർബാനയ്ക്ക് ചെന്ന് ഞങ്ങൾ കുർബാനയിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങളൊരു സമ്മാനമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫണ്ടിലേക്ക്, പാവപ്പെട്ടവർ സഹായിക്കാനുള്ള ഫണ്ടിലേക്ക് റോമിലെ ഇടവകയിൽ നിന്ന് ഒരു 3000 രൂപ കൊടുക്കുന്നു. പിന്നെ നമ്മളൊരു ഷോള് പുതപ്പിച്ചു. അത് കഴിഞ്ഞിട്ടൊരു ആനക്കുട്ടിയെ കൊടുക്കുകയാണ്, നമ്മുടെ ഈ ആനയുടെ കൊമ്പിൽ തീർത്തൊരു ആനക്കുട്ടിയെ. അപ്പോൾ എന്നോട് വളരെ സരസമായിട്ട് ചോദിക്കുക, സാന്തോ ഇന്ത്യാനോ എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ വിശുദ്ധനാണോ എന്ന് ചോദിച്ചിട്ട്, അങ്ങനെ വളരെ എപ്പോഴും ഈ സെൻസ് ഓഫ് ഹ്യൂമർ അദ്ദേഹത്തിന്, അത് എപ്പോഴും അദ്ദേഹം ഏത് സമയത്തും അദ്ദേഹം അങ്ങനെ ഒരു രീതി. അപ്പോൾ അവിടെ നിന്ന് മുതലുള്ള അന്നാണ് ഞാൻ വളരെ അടുത്ത് കാണുന്നത്. ഞങ്ങൾ ഇടവകയായിട്ട് 25 പേരൊക്കെ പോകുമ്പോൾ. പിന്നീട് ഞാൻ ബിഷപ്പാകുന്നു.
ബിഷപ്പായിട്ട് അറിയാമല്ലോ, ഈ മെത്രാന്മാർ ഇവിടെ വെച്ച് റോമിൽ വെച്ച് പട്ടം കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളൊരു ആനുകൂല്യമാണ്. ഞങ്ങളുടെ വീട്ടുകാരെ കൂട്ടി അല്ലെങ്കിൽ ബന്ധുക്കളെ കൂട്ടി മാർപ്പാപ്പയെ കാണാമെന്നുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ആ സാധ്യത വന്നപ്പോൾ ഞാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ 40 പേരെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ അത് 15 പേരായിട്ട് മാർപ്പാപ്പ തലേ ദിവസം സ്വീഡനിൽ പോയിരുന്നതുകൊണ്ട് എണ്ണം ചുരുങ്ങി. പക്ഷേ ഞങ്ങൾ കാണാൻ ഞാൻ അപ്പോൾ എൻ്റെ മൂത്ത പെങ്ങളുടെ ഒരു മകൾ, അവളിപ്പോൾ മരിച്ചു. അവൾ റെനി എന്ന് പറഞ്ഞാൽ അവൾ അയ്യന്തോളുകാരി, ക്യാൻസർ പിടിച്ച് 36 കീമോ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാപ്പ എന്തൊരു വാത്സല്യത്തോടെയാണ്, സോ മച്ച് കൺസേണോ. പാപ്പയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത് അതാണ്. പിന്നെ ഞാൻ പാപ്പയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, ഒരു കാര്യം തീരുമാനിച്ചാൽ അതെനിക്ക് 2 കാര്യങ്ങളിലാണ്. ഒന്ന് ആഗോള സഭയുമായി ബന്ധപ്പെട്ടും, 2 നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട്. ആഗോള സഭയുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ വരുമ്പോൾ ഈ വത്തിക്കാൻ ബാങ്കൊക്കെ ഈ ബെനഡിക്റ്റ് പിതാവിൻ്റെ കാലത്ത് അതിൽ വലിയ സ്കാൻഡലൊക്കെ ഉണ്ടായി. പാപ്പ രാജിവെച്ച് പോകാനുള്ളൊരു അവസ്ഥ തന്നെ സംജാതമാക്കപ്പെടുന്നത് അങ്ങനെയൊരു ഇതിലാണ്. അപ്പോൾ കാരണം ഈ യൂറോപ്യൻ യൂണിയൻ്റെ പാരാമീറ്റേഴ്സ് അത് ഫുൾഫില്ല് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ ബാങ്ക് സംവിധാനത്തിൽ നിന്നും അവർ പുറത്തായി യൂറോപ്പിൻ്റെ. അപ്പോൾ പാപ്പ വന്നിട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പണി വത്തിക്കാൻ ബാങ്കിനെ സ്റ്റഡിയാക്കി എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡല്ല, പക്ഷെ അതിന് പറ്റുന്ന അതാണ് പാപ്പ ഈ അൽമായരെയും ഒക്കെ വിശ്വാസത്തിൽ, അൽമായരെ ഏറെ വിശ്വാസത്തിലിട്ട്, അതുപോലെ ആളുകളെ വളരെ ഷ്രൂഡാണ് പാപ്പ, വെരി ഷ്രൂഡ്. അദ്ദേഹത്തെ ആളുകളെ പഠിച്ച്, അദ്ദേഹം സൈക്കോളജി പഠിച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളെ, വേണ്ടപ്പെട്ട ആളുകളെ ഒപ്പം നിർത്താനും, ഒപ്പം നിർത്തി താൻ വിചാരിച്ച കാര്യങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു ഇച്ഛാശക്തി അദ്ദേഹത്തിനുണ്ട്. ആ ബാങ്ക് ഇപ്പോൾ ആ ബാങ്കിങ് സംവിധാനം ഒക്കെ കൃത്യമായ ആ പാരാമീറ്ററിലൊക്കെ റെഡിയാക്കി ഇപ്പോൾ യൂറോപ്യൻ ബാങ്ക് സിസ്റ്റത്തിൻ്റെ അതിലേക്ക് അവർക്ക് കടക്കാൻ സാധിച്ചു. ഇപ്പോൾ ATM കാർഡ്, എവറിത്തിങ് ലൈക്ക് എനി അതർ യൂറോപ്യൻ ബാങ്ക്സ്, കമേഴ്ഷ്യൽ ബാങ്ക്സ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ സഭയെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം, നമ്മുടെ ആദിലിമിനയ്ക്ക് 2019 മറിയം ത്രേസ്യായുടെ കാനനൈസേഷനും ബന്ധപ്പെട്ട് ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇടവകയുടെ ജൂബിലിയാണ്. അപ്പോൾ ഞാൻ ആദിലിമിന വിസിറ്റിന് പാപ്പയുമായിട്ട് ഒരുമിച്ചിരുന്ന് അങ്ങനെ പാപ്പയും ഞങ്ങൾ കർദിനാൾ മുതൽ ഞങ്ങളെല്ലാ പിതാക്കന്മാരും 53 പേരോളമുണ്ട്. ഞങ്ങളിങ്ങനെ റൗണ്ട് അടിച്ചിരിക്കുക. അപ്പോൾ പാപ്പ കുറച്ച് നേരം സംസാരിച്ചിട്ട് പറഞ്ഞു, നൗ യു ക്യാൻ ടോക്ക്. എന്നോട് എന്ത് വേണമെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നടുക്ക് മൈക്ക് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഓരോരുത്തർ ചെന്ന് ചോദിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, എന്തുകൊണ്ട് ചോദിച്ചൂടാ? ഞാൻ അവിടെ ചെന്ന് നടുക്ക് നിന്ന് പാപ്പയോട് ചോദിച്ചു, പരിശുദ്ധ പിതാവേ, എനിക്ക് പരിശുദ്ധ പിതാവിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ ഈ എവഞ്ചലൈസേഷൻ ബൈ അട്രാക്ഷൻ എന്ന് പറയുന്ന ആ തീം പിതാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിതാവേ, പരിശുദ്ധ പിതാവേ, ഞാനിവിടെ ഒരു 10 വർഷമായി ഇവരുടെ വികാരിയായിട്ടും അതിനുശേഷം മെത്രാനായിട്ടൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 10 സ്ഥലത്ത് ഞങ്ങൾ കുർബാന ചെല്ലുന്നുണ്ട്. പക്ഷെ സ്വന്തമായി ഞങ്ങൾക്ക് ഓൺ ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു ദേവാലയമില്ല. അത് ഞങ്ങളുടെ വലിയൊരു വേദനയാണ്. അപ്പോൾ എന്നോട് പാപ്പ അപ്പം തന്നെ പറഞ്ഞു, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, ഒരു കാർഡ് എടുക്കുക, എന്നിട്ട് അതിൽ എഴുതി എനിക്കിപ്പം തന്നെ തരാൻ പറയാം. വേറെ ഇവർക്കും കൊണ്ടു കൊടുക്കരുത്, മോൺസിഞ്ഞോർമാർക്കോ മറ്റുള്ളവർക്കൊന്നും കൊണ്ടു കൊടുക്കരുത്. എൻ്റെ കയ്യിൽ പേഴ്സണൽമെൻ്റെ അമ്മേ എന്ന് വെച്ചാൽ പേഴ്സണലി ടു മീ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാപ്പയുടെ അടുത്ത് അവസാനം ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പരിശുദ്ധ പിതാവേ, എൻ്റെ കയ്യിൽ പേപ്പറോ എൻ്റെ കയ്യിൽ പേനയോ ഇല്ല. അപ്പം ഞാനത് പരിശുദ്ധ പിതാവിന് അടുത്ത ബുധനാഴ്ച, അറിയാലോ ഏത് ബുധനാഴ്ചയും ചെന്ന് പാപ്പേനെ മെത്രാന്മാർക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത ബുധനാഴ്ച ഞാൻ പാപ്പയ്ക്ക് ഇത് കൊണ്ട് തരാം, ഞാൻ ലെറ്റർ കൊണ്ട് തരാം എന്ന് പറഞ്ഞു, റിക്വസ്റ്റ്. അത് ഞാൻ കൊണ്ടുകൊടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ചെന്നിട്ട് മോൺസിഞ്ഞോർ അച്ഛനോട് പറഞ്ഞു, ഇത് ഒന്ന് പുഷ് ചെയ്യണം കേട്ടോ, ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ മോൺസിഞ്ഞോർ പറഞ്ഞു ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഗിവൺ. അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റിംഗ് ടേബിളിൽ ഒരു സാധനം വെക്കാൻ പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡൺ. അങ്ങനെ ഒരു വലിയ ഒരു ഇച്ഛാശക്തി പാപ്പയുടെ അതെല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒപ്പം തന്നെ പിതാവേ, സീറോ മലബാർ സഭയുടെ അതിരുകൾ കൂടുതൽ വിസ്തൃതമാക്കുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ സീറോ മലബാർ സഭയോടുള്ള ആ ഒരു കരുതൽ അത് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന, അത് സഭാത്മകമായിട്ട് വേദനിക്കുന്നവരാകാം, സമൂഹമധ്യത്തിൽ വേദനിക്കുന്നവരാകാം, അല്ലെങ്കിൽ മറ്റ് തരം രോഗങ്ങൾ, അല്ലെങ്കിൽ ഏത് തരത്തിൽ അവരെയൊക്കെ നോക്കിക്കാണുന്നത് പിതാവ്. അത് പിതാവിൻ്റെ വലിയൊരു മനസ്സാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് വാസ്തവത്തിൽ 2014 തന്നെ ആലഞ്ചേരി പിതാവ് ഞാൻ വന്നതിന് ശേഷം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആലഞ്ചേരി പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്, പാപ്പ ഇത് ഗൾഫിൽ പോലും നമുക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് ആവുന്നില്ല. ഒരു കാര്യം അറിയാലോ, അതായില്ലെങ്കിൽ പോലും ഇപ്പം നമ്മൾക്ക് പരിശുദ്ധ പിതാവിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഈ മിഷിസാഗ, അതുപോലെ തന്നെ യൂറോപ്പിൽ ഇങ്ങനെ അപ്പസ്റ്റോലിക് വിസിറ്റേഷൻ, ഓസ്ട്രേലിയ, അതുപോലെ ഗ്രേറ്റ് ബ്രിട്ടൻ, ഈ സംഗതികളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതാ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഓൾ ഇന്ത്യ ജൂരിസ്ഡിക്ഷൻ നമുക്ക് കിട്ടിയതും ഈ ശംഷാബാദ് രൂപതയും കിട്ടിയതും നമുക്ക് പിതാവിൻ്റെ കാലത്താണ്. ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഓരോരുത്തരെയും. കേട്ടോ, താങ്ക് യു പിതാവ്. അപ്പോൾ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചത്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുമായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ബന്ധത്തെ കുറിച്ച് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ അഭിമന്യ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവ് ഷെക്കീന ന്യൂസിനോട് പങ്കുവച്ചു. പിതാവ് അങ്ങയുടെ വിലയേറിയ സമയം പ്രത്യേകിച്ച് ഷെക്കീന ന്യൂസുമായി ഈ ഘട്ടത്തിൽ പങ്കുവച്ചാൽ അങ്ങേക്ക് ഒത്തിരി നന്ദി. താങ്ക് യു ജോർജ്.